LDF മാറുന്നതാണ് നല്ലത്. ഇനി ഒരിക്കൽ കൂടെ CPM വരികയാണെങ്കിൽ CPM-നെ നശിപ്പിക്കും, കേരളത്തെ നശിപ്പിക്കും. ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് പൂജ്യമാണ്. ഇന്ന് ഡൽഹിയിൽ ഒരു സീറ്റില്ല കോൺഗ്രസിന്. ആലോചിച്ച് നോക്കണം. അല്ല, എനിക്ക് അതിനോടൊന്നും കഴിവില്ല. കാര്യം ഈ TV ചാനലിലെ സംവാദങ്ങൾ പോലെയല്ല. അതായത് പുരുഷന്മാർക്ക് പണി കിട്ടുന്ന സാധനമാണ്. ഭാര്യയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി നമ്മൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാവുന്നൊരു സാധനമാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായ ആദരവാണ്. പക്ഷേ ശബരിമല കാര്യത്തിൽ മുഖ്യമന്ത്രി കാണിച്ചത് 100% ക്ഷമിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ 15 വർഷമോ നമ്മൾ ഭരിക്കാൻ പോകണം തീരുമാനിച്ചാൽ പിന്നെ ജനങ്ങളെ വില വെക്കൂ. നമ്മളാണ് ആ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ വില വെക്കൂ. അഴിമതി കുറയണം, വികസനം കൂടണം, പരസ്പരം ഐക്യം ഉണ്ടാകണം. ഈ ലൈനിലേക്ക് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം UDF, LDF, BJP ഈ 3 പാർട്ടികളും തമ്മിൽ നല്ല പൊരിഞ്ഞ പോരാട്ടമാണ്. അപ്പൊ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഏത് പാർട്ടിയായിരിക്കും വിജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കായിരിക്കും ഏറ്റവും മുന്നേറ്റം വരുന്നത്? ഞാൻ എൻ്റെ രാഷ്ട്രീയം ഒരിക്കലും മറച്ചു വെക്കാത്ത ആളാണ്. അത് പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. LDF മാറുന്നതാണ് നല്ലത്. ഇനി ഒരിക്കൽ കൂടെ CPM വരികയാണെങ്കിൽ CPM-നെ നശിപ്പിക്കും, കേരളത്തെ നശിപ്പിക്കും, കോൺഗ്രസിനെ നശിപ്പിക്കും. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡൽഹി 3 തവണ കോൺഗ്രസ് ഭരിച്ചു. ഷീലാ ദീക്ഷിത് 15 വർഷം 3 തവണ അടുപ്പിച്ച് ജയിച്ചു. ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് പൂജ്യമാണ്. ഇന്ന് ഡൽഹിയിൽ ഒരു സീറ്റില്ല കോൺഗ്രസിന്. ആലോചിച്ച് നോക്കണം. 3 തവണ അടുപ്പിച്ച് ഭരിച്ച പാർട്ടിയാണ്. വെസ്റ്റ് ബംഗാളിൽ എന്തായി? കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ വർഷം ഭരിച്ചതാണ്. അപ്പോൾ കുറേ കാലം ഇരുന്നാൽ ഏത് പാർട്ടിക്കും ഇങ്ങനെ വേരുറച്ചില്ലാതാകും. നമ്മൾ എന്നും കേരള ജനതയും എല്ലാ ജനതയും ഓർക്കേണ്ടത്, മാറി മാറി രാഷ്ട്രീയക്കാർ വന്നാലേ അവർ നമ്മളെ വില വെക്കൂ. അതായത് ഏതെങ്കിലും പാർട്ടി കണ്ടിന്യൂസ്ലായി ഭരിച്ച് അടുത്ത 20 വർഷമോ 15 വർഷമോ നമ്മൾ ഭരിക്കാൻ പോകണം തീരുമാനിച്ചാൽ പിന്നെ ജനങ്ങളെ വില വെക്കൂ. നമ്മളാണ് ആ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ വില വെക്കൂ. അപ്പോൾ ഇവൻ്റെ വോട്ട്, ഒരാളുടെ വോട്ടെങ്കിൽ ഒരാളുടെ വോട്ട് എനിക്ക് പ്രധാനമാണെന്ന് അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാവ് തിരിച്ചറിയുമ്പോഴും നമ്മളെ സഹായിക്കുമ്പോഴുമാണ് ഈ ജനാധിപത്യം കൂടുതൽ സമ്പൂർണ്ണമാകുന്നത്, അർത്ഥസമ്പുഷ്ടമാകുന്നത്. അതുകൊണ്ട് മാറി മാറി വരട്ടെ. ആ മാറി മാറി വരുന്നതിൻ്റെ ഭാഗമായി പുതിയ ഇക്വേഷൻസ് ഉണ്ടാകട്ടെ. ഇപ്പം തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി വന്നു, നല്ല ഇക്വേഷനാണ്. വേറൊരു സ്ഥലത്ത് കോൺഗ്രസ് എമർജ് ചെയ്തു, നല്ല ഇക്വേഷനാണ്. അങ്ങനെ മാറി മാറി വരുമ്പോൾ ഒരു ഡൈനാമിസം വരും. എന്തിന് ലെഫ്റ്റ് പാർട്ടീസ് ചില ബീഹാറിലടക്കമുള്ള സ്ഥലങ്ങളിൽ ജയിച്ചു, നല്ലതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ പിന്നോക്ക ഏരിയാസിലൊക്കെ ലെഫ്റ്റ് പാർട്ടീസ് ജയിക്കുകയാണെങ്കിൽ അവർ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. ബംഗാളിൽ ചില സ്ഥലങ്ങളിൽ BJP വന്നു വരട്ടെ. ആപ്പിൻ്റെ എമർജൻസ്, ഞാനിപ്പോൾ ആപ്പിൻ്റെ ഐഡിയോളജിയിലൊന്നും പോകുന്ന ആളല്ല, പക്ഷേ ആപ്പിൻ്റെ എമർജൻസ് നല്ലതാണ്. ഇതുവരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്ന് ഞെട്ടിച്ചു. 2020 ശരിക്കും കിഴക്കമ്പലത്തെ ഒരു കോർപ്പറേറ്റ് ബേസ് ഉള്ള രീതിയിൽ പാർട്ടി. അങ്ങനെ പുതിയ പാർട്ടികളും പുതിയ പരീക്ഷണങ്ങളും വരട്ടെ. ഇതിനെ പറയുന്നത് MBAയിലൊക്കെ എൻട്രി ബാരിയർ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ്. അതായത് ഒരുപാട് കാലമായിട്ട് എൻട്രി ബാരിയർ ഉണ്ടായിരുന്നു, ചില ആൾക്കാർ ചാടിക്കിടക്കും. ഇതുപോലെ തിരുവനന്തപുരത്ത് 1-2 പാർട്ടീസ് ഉണ്ട്, പിന്നെന്താ V4 കൊച്ചി, അങ്ങനെ കുറേ ഇതുപോലത്തെ. എല്ലാവരും വരട്ടെ, ജനാധിപത്യം സമ്പുഷ്ടമാകട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ, അഴിമതി കുറയണം, വികസനം കൂടണം. സമൂഹത്തിൽ വ്യത്യസ്ത സമുദായങ്ങൾ ഉണ്ടാവും, എല്ലാവരെയും ചേർത്ത് നിർത്തണം. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ സാധനം. അഴിമതി കുറയണം, വികസനം കൂടണം, പരസ്പരം ഐക്യം ഉണ്ടാകണം. ഈ ലൈനിലേക്ക് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈൻ ശ്രീ VD സതീശൻ്റെ ലൈനാണ്, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ലൈനാണ്. എന്തിന് NSSനെ SNDPയും KPMSനെ വിളിച്ച് അയ്യപ്പ സംഗമം ചെയ്ത മുഖ്യമന്ത്രിയുടെ പോലും ഒരു ലൈനാണ്. നമുക്കപ്പോൾ ഒരുമ വേണം, വികസനം വേണം, അഴിമതി കുറയണം. എല്ലാ പാർട്ടികളും കോമ്പീറ്റ് ചെയ്യട്ടെ, എന്നാലേ നമ്മൾ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. ഇടയ്ക്കൊരു വാർത്ത കേട്ടിട്ടുണ്ട്, താങ്കൾ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നു. അതിലെന്തെങ്കിലും സത്യം? ഇന്ന് നമ്മളെ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോട് ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പലതും ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല, അതാണ് സത്യം. 2 മക്കളുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിവില്ല. പകരം എനിക്ക് ഈ യൂത്ത് കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ പുരുഷ കമ്മീഷൻ, ദേവസ്വം ബോർഡുകൾ, ഇതുപോലത്തുള്ള കാര്യമാണെങ്കിൽ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ കോൺഗ്രസ് വരികയാണെങ്കിൽ ഇപ്പം CPM മാറിക്കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ചാൻസ് BJP അടക്കമുള്ള പാർട്ടികൾക്ക് കുറവാണ്. അതായത് എനിക്ക് തോന്നുന്നില്ല BJPയുടെ രാജീവ് ചന്ദ്രശേഖർജി പോലും ഞങ്ങൾ 72 സീറ്റ് ജയിച്ച് കേരളത്തിൽ ഭരണത്തിൽ വരുമെന്ന് പറയാൻ. കോൺഗ്രസിന് ബെസ്റ്റ് ചാൻസ് ഉണ്ട്. കോൺഗ്രസിൽ കുറേ നല്ല നേതാക്കളുണ്ട്. ഇപ്പോൾ ശ്രീ VD സതീശനോട് എനിക്ക് ആശയപരമായി വിയോജിപ്പുള്ള നേതാവാണ്. ഒന്ന്, അദ്ദേഹം നെഹ്റുവിയൻ ലെഫ്റ്റാണ്, ഞാൻ ഗാന്ധിയൻ റൈറ്റാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം എടുത്ത വിഷയത്തോട് വിയോജിപ്പുണ്ട്, പക്ഷേ നല്ല അറിവും പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്താ അറിയാമോ? നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ അയാളുടെ നല്ല ഗുണങ്ങൾ നമ്മൾ പറയില്ല, നമുക്ക് അനുകൂലമാണെങ്കിൽ അയാളുടെ മോശം കാര്യങ്ങൾ നമ്മൾ പറയില്ല. ഞാൻ ശശി തരൂറിൻ്റെ ഹ്യൂജ് ഫാനാണ്. പക്ഷേ ശ്രീ ശശി തരൂർ മറ്റേ മാരിറ്റൽ റേപ്പ് ബില്ലെന്ന് പറഞ്ഞൊരു കാര്യം അവതരിപ്പിച്ചു. അതായത് പുരുഷന്മാർക്ക് പണി കിട്ടുന്ന സാധനമാണ്. ഭാര്യയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി നമ്മൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാവുന്നൊരു സാധനമാണ്. ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ മിസ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ മിസ്യൂസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ശ്രീ ശശി തരൂരിനെ വിമർശിക്കാൻ ഒരു മടിയും കാണിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ ശശി തരൂരിനെ കാണുമ്പോൾ ഞാൻ കല്ലെറിയുന്നല്ല. ശശി തരൂർ എന്ന മനുഷ്യനെ ബഹുമാനവും ഇഷ്ടമാണ്, പക്ഷേ സാറിൻ്റെ ആ നിലപാട് തെറ്റാണ്. ശ്രീ VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെ ബഹുമാനവും ഇഷ്ടമാണ്, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച തെറ്റാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായ ആദരവാണ്, പക്ഷേ ശബരിമല കാര്യത്തിൽ മുഖ്യമന്ത്രി കാണിച്ചത് 100% ക്ഷമിക്കാൻ കഴിയാത്ത കാര്യമാണ്. അല്ലെങ്കിൽ വേറെ ആരാ?
പെട്ടെന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇങ്ങനെയല്ലേ നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത്? രാജീവ് ചന്ദ്രശേഖർജി വേഴ്സസ് ശശി തരൂർ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരക്കാരുടെ മനസ്സാണ് ബുദ്ധിമുട്ടിയത്. കാര്യം രണ്ടുപേരും ബ്രില്യൻറ്റ്. രാജീവ് ചന്ദ്രശേഖരും ബ്രില്യൻറ്റ്, ശശി തരൂറും ബ്രില്യൻറ്റ്. ഞാനപ്പം പറയുകയുണ്ടായി, ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ലാറ വേഴ്സസ് സച്ചിൻ വേഴ്സസ് ലാറ എന്നതുപോലെയാണ്. കാര്യം രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായ ഒരേ പ്രൊഫൈലുള്ള ഇന്റർനാഷണൽ ഇതുള്ള ആൾക്കാർ. ഇപ്പം ഇങ്ങനെ നല്ല കോമ്പറ്റീഷൻസ് വരട്ടെ. ആ കോമ്പറ്റീഷൻ്റെ കാര്യത്തിലാണ് ഞാൻ തുറന്നു പറയാറുണ്ട്. അമ്മ രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടി വോട്ട് ചെയ്തു, ക്യാമ്പയിന് പോയി, ഞാൻ ശശി തരൂറിനോട് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. നമ്മളിത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഒളിച്ചു വെച്ച് സ്വന്തം നിലപാടുകൾ സ്മഗിൾ ചെയ്യാൻ, കള്ളക്കടത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ പല ആൾക്കാരും നോക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശക്തമായ ഫൈറ്റായിരിക്കും ഇത്തവണ നടക്കുന്നത്. ഒരു സ്ഥലത്ത് വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം NSSനോടും നായർ സമുദായത്തോടും വളരെ, അല്ലെങ്കിൽ എല്ലാ സമുദായങ്ങളോടും ക്ലോസ് ആണ്. ശ്രീ വി ഡി സതീശനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ശ്രീ KC വേണുഗോപാൽ ഉണ്ട്, നമ്മുടെ ലീഡറിന്റെ മകൻ മുരളീധരൻ ജി ഉണ്ട്. കേരളത്തിൽ എവിടെയും നിൽക്കാൻ പറ്റുന്ന കുറച്ച് നേതാക്കളെ ഉള്ളൂ. അതിലൊന്നാണ് മുരളീധരൻ ജി. ശ്രീ ശശി തരൂർ അടക്കമുള്ള ആൾക്കാരുണ്ട് ഒരു വശത്ത്. സണ്ണി ജോസഫ് സാറ്, ശ്രീ K സുധാകരൻ, ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് വന്നവരുടെ പേര് പറഞ്ഞുള്ളൂ. ഷാഫി പറമ്പിലുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. മറുഭാഗത്ത് CPM അധികം ആൾക്കാരില്ലെങ്കിലും ശ്രീ പിണറായി വിജയന്റെ ഓറ, ആ ലീഡർ എന്ന് പറയുന്ന ഓറയോ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഓറയോ സ്ട്രോങ് ആണ്. ശ്രീ MV ഗോവിന്ദൻജിയുടെ അടക്കമുള്ളവരുടെ ഒരു പാർട്ടിയുടെ താത്വികമായ അടിത്തറയുണ്ട്. ശൈലജ ടീച്ചറെ പോലെ പ്രഭാവശാലികളായ ആൾക്കാരുണ്ട്. അതായത് ഇവരെയൊക്കെ ഇലക്ഷനിൽ കൊണ്ടുവന്നാൽ വലിയ ഫേസസ് ആണ് എന്ന കാര്യത്തിൽ ശൈലജ ടീച്ചറുടെ ശത്രുക്കൾക്ക് പോലും സംശയം ഉണ്ടാവില്ല. ഇതേപോലെ BJPക്ക് രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ വല്ല ഒരു ഗ്ലോബൽ അപ്പീലുള്ള വിശ്വപൗരൻ എന്നൊക്കെ പറയാൻ, നമ്മുടെ മറ്റൊരു വിശ്വപൗരൻ എന്ന് പറയാൻ കഴിയുന്ന ആളുണ്ട്. പരമസാത്വികനായ, കാഷായം ധരിക്കാത്ത അല്ലെങ്കിൽ കാവി ധരിക്കാത്ത സന്യാസിയായ ശ്രീ കുമ്മനം രാജശേഖരനുണ്ട്. ഏറ്റവും ഇന്നും അണികളിൽ ആവേശം വിതർന്ന K സുരേന്ദ്രൻജി ഉണ്ട്. ഇപ്പോൾ സുരേന്ദ്രൻജിയുടെ എനർജി മറ്റ് പല നേതാക്കൾക്കും കാണില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആവേശവും അദ്ദേഹം പറയുന്ന രീതിയും. അല്ലെങ്കിൽ ഇപ്പം VV രാജേഷ് ജി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രഭാവശാലികളായ നേതാക്കൾ എല്ലാ പാർട്ടിയിലും. പെട്ടെന്ന് വേറെ ഏതാ പാർട്ടി, വേറെ ഇങ്ങനെ മുസ്ലിം ലീഗിലാണെങ്കിൽ UDFന്റെ ഭാഗമാണ് കുഞ്ഞാലിക്കുട്ടി സാറിനെ പോലെ സർവ്വസമ്മതനായ, മിതത്വം മുഖമുദ്രയായ ആൾക്കാരുണ്ട്. പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ നേതൃത്വമുണ്ട്. കേരള കോൺഗ്രസുകൾ കൂടുതലും ക്രിസ്ത്യൻ ബേസ് ഉള്ള പാർട്ടീസാണ്. നമ്മുടെ കേരള കോൺഗ്രസുകൾ ബാക്കി സമുദായാംഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ ക്രിസ്ത്യൻ ബേസ് ആണ്. മാണി സാറിന്റെ മോൻ ശ്രീ ജോസ് കെ മാണിയുണ്ട്, ഇടതോട്ട് ചാഞ്ഞ് നിൽക്കുന്നതാണ്. എന്നാൽ മറ്റ് കേരള കോൺഗ്രസുകൾ UDFനോട് ചാഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ വളരെ വൈബ്രന്റ് ആകട്ടെ. ഇവർ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്താലേ നമുക്ക് ഗുണമുണ്ടാവും, നമുക്ക് കൂടുതൽ ഓഫറുകൾ കിട്ടും. നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് നല്ല റോഡുകൾ, നല്ല പദ്ധതികൾ, നല്ല നിലപാടുകൾ, അങ്ങനെ എല്ലാം തുടരട്ടെ. അത് വളരെ പോസിറ്റീവായി മാറട്ടെ. മേ ദ ബെസ്റ്റ് മാൻ ഓർ മേ ദ ബെസ്റ്റ് വുമൻ വിൻ എന്നുള്ളതാണ് പ്രാർത്ഥന. ഒരു ചോദ്യം കൂടെ. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇലക്ഷൻ നിൽക്കുന്നില്ല. ഇപ്പം പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ശബരിമല വിഷയം, നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി താങ്കൾ പോരാടുന്ന ഒരാളാണ്. അതിന്റെ പേരിൽ ജയിലിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ് താങ്കൾ. ഇപ്പൊ കോൺഗ്രസ് ഇങ്ങനെ അവസരം തരുമ്പോൾ മത്സരിച്ച ഒരു മന്ത്രിയെ MLA ആയി കഴിഞ്ഞാൽ താങ്കൾ സഞ്ചരിക്കുന്ന മാർഗ്ഗം എളുപ്പം അല്ല. എനിക്ക് അതിനോടൊന്നും കഴിവില്ല. കാര്യം ഈ TV ചാനലിലെ സംവാദങ്ങൾ പോലെയല്ല ഒരു MLA ഇലക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ വരുന്നത്. ഞങ്ങൾ CPM MLA വരെ കണ്ടു. ഇപ്പോൾ ഉദാഹരണം കടകംപള്ളി സാറിനെ കണ്ടു, അദ്ദേഹം ഇത് സ്വീകരിച്ചു. നമ്മുടെ പുരുഷ കമ്മീഷന്റെ റിക്വസ്റ്റ് സ്വീകരിച്ചു. കോൺഗ്രസിലെ MLA മാരെ കണ്ടു. സുരേന്ദ്രൻജിയെ ആക്സിഡന്റലി കണ്ടതാണ്. BJPയുടെ സുരേന്ദ്രൻജി ഒരിക്കൽ ട്രെയിൻ യാത്രയാണ് മധ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ ഇത് അഭ്യർത്ഥിച്ചു. 62 MLA മാരെ എന്തോ ഞങ്ങൾ കാണുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വേണം. എന്നാൽ നമുക്ക് നമ്മുടേതായ പ്രിഫറൻസുകൾ കാണും. അത് മറച്ചു വെക്കുന്നതിന് അർത്ഥമില്ല. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നന്മയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പോസിറ്റീവായൊരു സാധനം വരട്ടെ. കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും BJP വന്നാലും പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. കോൺഗ്രസ് വന്നാലും BJP വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ശബരിമല പോലുള്ള വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. എല്ലാ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. അങ്ങനെയുള്ളൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു.